പച്ചക്കായ വെച്ചിട്ടുള്ളൊരു നാടൻ വിഭവമാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഈ ഒരു പച്ചക്കായ ഉപയോഗിച്ചിട്ട് നല്ലൊരു നാടൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു കറി ഇഷ്ടപ്പെടും. മീനോ അതുപോലെ നോൺ വെജോ ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ഇത്തരം ഒരു കായ മാത്രം ഉണ്ടെങ്കിൽ നല്ലൊരു കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള കായ നീളത്തിലരിഞ്ഞ് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ഈ വെച്ചിരിക്കുന്നത്. ഇത് ഒരു തക്കാളിയെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത്, കുറച്ച് കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, 4-5 പച്ചമുളക് നടുകെ കീറിയത്. ഇത്രയാണ് നമുക്ക് കറി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ. ഇനി കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടി ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി, അത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതാക്കി നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം. നമുക്ക് ഈ മൺചട്ടിക്ക് പകരമായിട്ട് കടായിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. എന്നാലും മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ മൺചട്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മൺചട്ടി ഇല്ലെങ്കിൽ കടായിലാണെങ്കിലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇൻഡാലിയത്തിൻ്റെ ചീഞ്ചട്ടിയിലും ഒക്കെ നമുക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തീ കുറച്ചിട്ടതിന് ശേഷം നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മസാലകളുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വെന്തുടഞ്ഞ് പോകണമെന്നില്ല, തക്കാളി ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മളിതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കായ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കായ ഒന്ന് മുങ്ങുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പം നമ്മൾ നികയ്ക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കായൊക്കെ ഒന്ന് മുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കായൊക്കെ വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പോളം നമ്മൾ നാളികേരം എടുത്തിട്ടുണ്ട്. അതിൽ കൂടെ ഒരല്പം, ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ കായൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഓക്കെ, കായൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരല്പം കൂടി ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി ഇതൊന്ന് ലൂസാക്കി എടുക്കാം. ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരല്പം കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു നന്നായിട്ടൊരു തിള വരുന്ന സമയത്ത് നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നാളികേരം ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇപ്പം നമ്മുടെ കറി ഒന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഇതിലേക്ക് ഇനി ഉള്ളിയൊന്നും കാച്ചി ഒഴിക്കുന്നില്ല. ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ളൊരു കറി റെഡിയാണ്.
നമ്മുടെ നോൺ വെജ് കറിക്കൊക്കെ ഏകദേശം തുല്യമായിട്ട് വരുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെയൊന്ന് കറി വെച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സൂപ്പർ കറിയാണ്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.